കേരളത്തിനെതിരെ വീണ്ടും അധിക്ഷേപ പരാമർശവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളം ദേശവിരുദ്ധരുടെ താവളമായെന്നാണ് അമിത്ഷായുടെ അധിക്ഷേപം. LDFന്റെയും UDFന്റെയും ഭരണമാണ് ഇതിന് കാരണമെന്നും അമിത്ഷാ പറയുന്നു. രാജ്യത്തിനും ലോകത്തിനും വിവിധ മേഖലകളിൽ കേരളം മാതൃകയായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് കേരളത്തിനെതിരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വീണ്ടും അധിക്ഷേപ പരാമർശം നടത്തിയത്. മുൻപും നിരവധി തവണ അമിത്ഷായും BJP MLA-മാരും മന്ത്രിമാരും കേരള വിരുദ്ധ പരാമർശം നടത്തിയിട്ടുണ്ട്. അതിനു പിന്നാലെയാണ് കേരളം ദേശവിരുദ്ധരുടെ താവളമായെന്ന അമിത്ഷായുടെ അധിക്ഷേപം. LDFന്റെയും UDFന്റെയും ഭരണമാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. और मित्रों, ये LDF, UDF, LDF केरल की जनता ने कई साल तक दोनों को मौके दिए, मगर दोनों ने किया क्या? हिंसा, भ्रष्टाचार, वोट बैंकों की निर्मिति, एपीसमेंट और देश विरोधी तत्वों का केरल में पनाहगाह बनाने का काम किया है. PFIക്കെതിരെ കേരള സർക്കാർ ഒന്നും ചെയ്തില്ലെന്നും അവരെ വളരാൻ അനുവദിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. BJP വാർഡ് തല നേതൃയോഗത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ കേരള വിരുദ്ധ പരാമർശം. അതിനിടെ യോഗത്തിൽ BJP സംസ്ഥാന നേതാവ് K. സുരേന്ദ്രന് പ്രത്യേക കയ്യടി നൽകാൻ അമിത്ഷാ ആവശ്യപ്പെട്ടപ്പോൾ അണികളുടെ ഭാഗത്തുനിന്ന് തണുത്ത മറുപടിയായിരുന്നു ഉണ്ടായിരുന്നത്. जिन्होंने अभी गत टर्म में केरल के अध्यक्ष पद का बहुत अच्छे से दायित्व निर्वहन किया, जोर से ताली बजाइएगा श्री K. सुरेंद्रन के लिए, जिन्होंने पार्टी के अध्यक्ष पद को लास्ट टर्म में संभाला. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.